ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് തള്ളി അമേരിക്ക. പ്രോസിക്യൂട്ടർ ധൃതി പിടിച്ച് അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെട്ടത് സംശയകരമാണ്. നീക്കത്തിൽ നടപടിക്രമങ്ങളുടെ വീഴ്ചയുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വിഷയത്തിൽ അധികാരപരിധി ഇല്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. First time I've had an opportunity to speak to this at the podium, so let me just say more broadly that we fundamentally reject the court's decision to issue arrest warrants for senior Israel officials. We remain deeply concerned by the prosecutor's rush to seek arrest warrants and the troubling process errors that led to this decision. The United States has been clear that the ICC does not have jurisdiction over this matter. You've heard us say this before. Whatever this prosecutor might imply, there is no evidence, none, between Israel and Hamas. There's just none. In coordination with partners, including Israel, we are discussing certainly those next steps, but that's going to look like. And to your question about sanctions, that's basically kind of just answered it in that last part of what I said. We're in consultation with our partners and also, which include Israel, about our next steps. We fundamentally reject that the ICC has jurisdiction over this situation. And so, that's something that we've been pretty clear about. And വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ. തീർച്ചയായും കൃഷ്ണ, ഇന്നലെയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലന്റിനും അതുപോലെ തന്നെ മുഹമ്മദ് ദീഫ് എന്ന് പറയുന്ന ഹമാസ് നേതാവിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. മരിച്ചുപോയ യഹിയ സിൻവറിനെതിരെയും അതുപോലെ തന്നെ മറ്റൊരു ഹമാസ് നേതാവിനെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ അതിശക്തമായി ഇന്നലെ ഇസ്രായേൽ തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ അമേരിക്കയുടെ പ്രസ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിലപാടുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടിയെടുക്കാനോ ജൂറിസ്ഡിക്ഷൻ ഇല്ല അല്ലെങ്കിൽ അധികാരപരിധി ഇല്ല എന്ന് തന്നെ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, തെളിവുകൾ എന്താണ് എന്നതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രധാനമായ ചോദ്യം. എന്നാൽ അത്തരത്തിൽ ഒരു തെളിവുകളും ഹാജരാക്കാനോ അത് പ്രോസിക്യൂട്ടർക്ക് പ്രസന്റ് ചെയ്യുന്നതിനോ സാധ്യമായിട്ടില്ല എന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിനെ പൂർണ്ണമായും എതിർക്കുന്നു എന്ന് കൃത്യമായ നിലപാട് അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുമ്പോൾ അമേരിക്ക അതിനെ ഇസ്രായേലിനോടൊപ്പം നിന്ന് ശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് കാലങ്ങളായി ഉണ്ട്. അതേ നിലപാട് തന്നെ അമേരിക്ക തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രധാന വിഷയം, ഇന്നലെ ഹമാസ് ഇത്തരം വാറണ്ട് പുറപ്പെടുവിച്ചതിനെ ന്യായീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു, അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച ഒരു നിലപാട് കൃത്യമായി ഇതുവരെ ലോകരാഷ്ട്രങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതും ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. അത് സംബന്ധിച്ച്, അതായത് ഹമാസിന്റെ നിലപാട് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളാണ് ഇനി രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുകയും ചെയ്യേണ്ടത്. കൃഷ്ണ. ശരി.